ഹോസ്പിറ്റലിൽ പോകേണ്ട ഒരു ഇഷ്യൂ വന്നാൽ ഡെത്ത് ഈസ് ഗ്യാരണ്ടി. യാത്ര തുടങ്ങവേ എനിക്ക് വല്ലാത്തൊരു ഭയം തോന്നി തുടങ്ങി. അത്രനേരം ഉണ്ടായിരുന്ന ആവേശവും ധൈര്യവും എല്ലാം പോയ പോലെ ഞാൻ എൻ്റെ ചേച്ചിമാർക്കും മെസ്സേജ് ചെയ്തു. ഞാൻ 3 ദിവസം കാട്ടിലാണ്, വിളിച്ചാൽ കിട്ടില്ല, റേഞ്ച് ഇഷ്യൂ ഉണ്ട്, എനിക്ക് വല്ലതും പറ്റിയ മമ്മിയെ നോക്കിക്കോണേ എന്നൊക്കെ പറഞ്ഞ്. മമ്മി എൻ്റെ കൂടെയാണ് താമസം. ഞാനൊരു ആസ്മ പേഷ്യൻ്റാണ്. സ്പോട്ടിൽ ഹോസ്പിറ്റലിൽ പോകേണ്ട ഒരു ഇഷ്യൂ വന്നാൽ ഡെത്ത് ഈസ് ഗ്യാരണ്ടി. മലയും കാടും കാട്ടരുവിയും എല്ലാം മറികടന്ന് ഇരുന്നും കിടന്നും ലഗേജും ചുമന്ന് ബേസ് ക്യാമ്പ് എത്താറ്. എന്തിനോ വേണ്ടി വന്നു, എന്തിനോ വേണ്ടി നിൽക്കുന്നു, എന്തിനോ എന്ത് ചെയ്യണമെന്ന് അറിയാതെ നിൽക്കുന്നു. പുലർച്ചെ വീണ്ടും യാത്ര തുടർന്നു. ഇനി 6 കിലോമീറ്റർ കുത്തനെയുള്ള കയറ്റം. അതുവരെ കണ്ട കാഴ്ചകളൊന്നുമല്ല പിന്നങ്ങോട്ട്. ആകാശം തൊട്ടു നിൽക്കുന്ന പാറക്കൂട്ടങ്ങൾ, ചിലപ്പോൾ വെളുത്ത ആകാശം, ചിലപ്പോൾ നീലാകാശം. കാട്ടുമൃഗങ്ങൾ സഞ്ചരിക്കുന്ന, അവയുടെ കാൽപാദങ്ങൾ പതിഞ്ഞ കാട്ടുവഴികൾ, പലതരം പക്ഷികളുടെ കളകളാരവം, ദൂരെ നിന്ന് എവിടുന്നോ മൃഗങ്ങളുടെ പേടിപ്പെടുത്തുന്ന അലർച്ചകൾ, നീർച്ചാൽ ഒഴുക്കുകൾ, പാറക്കുഴിയിലെ തെളിനീരുകൾ ചിലർ ആർത്തിയോടെ മൂന്തി കുടിക്കുന്നു. കാട്ടുപൂക്കൾ ഇവിടെ വേറെ ലോകം തീർത്തിട്ടുണ്ട്. പലയിടങ്ങളിൽ കയറിൽ തൂങ്ങിയാടി മുകളിലെത്തണം. മുകളിൽ അഗസ്ത്യർ മുനി ഞങ്ങളെയും കാത്തിരിക്കുന്നു. നീളം പാറ, ആകാശം നോക്കി കുറേ നേരം അങ്ങനെ ഇരുന്നു. ഞാൻ സ്ട്രോങ് ആണെന്ന് ഞാൻ എന്നോട് തന്നെ പറഞ്ഞ ദിവസം. 3-ാം ദിവസം തിരിച്ചിറങ്ങി. അപ്പോഴാണ് ശ്രദ്ധിച്ച് മുഖത്ത് നീര് വെച്ചിരിക്കുന്നു. എൻ്റെ ജീവിതത്തിലെ ഏറ്റവും മനോഹരമായ യാത്ര. വർഷങ്ങളായുള്ള എൻ്റെ ആഗ്രഹം നടന്ന സന്തോഷം. ഉത്സാഹത്തോടെ തന്നെ കാലുകൾ നീട്ടിവെച്ച് ഞാൻ നടന്നു.